തൃശൂർ ആസ്ഥാനമായ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. മുനമ്പം വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ബി.ജെ.പിയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ യു.ഡി.എഫും ശ്രമിക്കുന്നതായി മന്ത്രി പി രാജീവ്. മുനമ്പത്ത് വരുന്ന ബി.ജെ.പിക്കാർ എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ലെന്നും എന്ന് അദ്ദേഹം ചോദിച്ചു. മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഏതെല്ലാം ആരാധനാലയങ്ങളാണ് അവിടെ ചുട്ടരിക്കപ്പെട്ടത്? അവിടെ പോകാത്തവരാണ് ആവേശത്തോടെ ഇവിടെ വരുന്നത്. മുനമ്പത്തെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ സർക്കാരോ പാർട്ടിയോ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരമടക്കാൻ ഇടത് സർക്കാരാണ് തീരുമാനിച്ചത്. ഇതിനെതിരെ പ്രമേയം കൊണ്ടുവന്നത് ആരാണെന്നും മന്ത്രി ചോദിച്ചു. നിയമക്കുരുക്ക് അഴിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വഖഫ് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ് മിക്ക മാധ്യമങ്ങളും വാർത്ത നൽകിയത്. അത് തെറ്റാണെന്ന് പി രാജീവ് പറഞ്ഞു. ക്രിമിനൽ കുറ്റങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ല എന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് ആർക്കൊക്കെ നോട്ടീസ് നൽകിയെന്ന് ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. ഇത് ഏതെങ്കിലും മതത്തിന്റെ പ്രശ്നമല്ല. എന്നാൽ വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ബി.ജെ.പിയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ യു.ഡി.എഫും ശ്രമിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.